ചൂര വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ലൈക്കായിട്ട് അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായി കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫിഷ് റെസിപ്പിയാണ്. ഞാൻ ചൂരപ്പൊള്ളൽ ഞങ്ങളിവിടെ ചൂരപ്പൊള്ളൽ എന്നാണ് പറയുന്നത്. അത് വെച്ചൊന്ന് വറുത്തരച്ച് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് എന്നെ സഹായിക്കുന്നത് ഉമ്മായാണ്. ഈ മീൻ വെച്ചാണ് ഞങ്ങളിന്ന് വറുത്തരച്ച കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഉമ്മായ ഇങ്ങോട്ട് വിളിക്കാം എന്നെ സഹായിക്കാൻ വേണ്ടി. ഇന്ന് ഉമ്മയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് തേങ്ങ വറുത്തെടുക്കാനാണ്. അതിൽ ഒരു തേങ്ങയും 10-20 ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ വറക്കുമ്പോൾ കരിയാൻ പാടില്ല. ലോ ഫ്ലെയിമിലിട്ടായിരിക്കണം വറക്കേണ്ടത്. തേങ്ങ വറക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ രീതിയിലാണ് വറുത്തരച്ച കറി ചെയ്യുന്നത്. പലവർക്കും പല സ്റ്റൈലായിരിക്കും. ഞങ്ങളുടെ നാടൻ സ്റ്റൈൽ. തേങ്ങ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2.5 സ്പൂൺ മുളക് പൊടിയാണ്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം. പൊടി ഐറ്റംസൊക്കെ ഒന്ന് ചൂടണം. ഇതൊക്കെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ പൊടി ഐറ്റംസൊക്കെ നല്ലോണം ചൂടാവണം. ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം. പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ദോശ ചുടുന്നുണ്ട്. അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 തക്കാളിയും 4 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുടംപുളി വെള്ളത്തിയിട്ട് വെച്ച് ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക്
5 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇളക്കാൻ കരണ്ടി ഇടാതൊന്ന് ചുറ്റിയെടുത്താൽ മതി. പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കരണ്ടി ഇടാത്തത്. ഫ്ലേവറിന് വേണ്ടി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ചൂര വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ കറിയിലൂടെ ടേസ്റ്റ് ചെയ്യാൻ എടുത്തത് ദോശയാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഉമ്മി കറി സൂപ്പറായിട്ടുണ്ട്. അടിപൊളി.